Hey guys, welcome to Enrollment Vlog Part 2. പാർട്ട് 1 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ടയേർഡായി എന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞാൽ ഈ മഴയൊക്കെ കൂടി ആയിട്ടാണോ എന്നറിയില്ല, ഇങ്ങനെ ഇരുന്ന് ട്രാവൽ ചെയ്തിട്ടാണോ തോന്നുന്നു. എനിക്ക് കാലിൻ്റെ ചെറിയ വേദന എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും റൂമിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സമാധാനമായി. എനിക്ക് പേടിയാ കറണ്ട് പോയിനകത്ത് കിടക്കുമോ. എനിവേ നമ്മൾ റൂമിലെത്തി. നമുക്ക് 2 പേർക്കും അടുത്തടുത്തുള്ള റൂംസാണ് കിട്ടിയത്. 2 റൂംസാണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തത്. 401ഉം 402 ആണ് കിട്ടിയത്. ആൻഡ് 402ൽ നിന്ന് ഞങ്ങൾ 403 മാറി. വേറെ ഒന്നുമല്ല, അവിടെ എ സിക്ക് ചെറിയ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നിയത് കൊണ്ട് മാറി. വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല റൂംസാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള, നല്ല ഫ്രഷ് എയറൊക്കെയുള്ള നല്ല റൂമായിരുന്നു. ആൻഡ് ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അഴുക്കോ പൊടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല നീറ്റായിട്ടുള്ള റൂംസായിരുന്നു. സോ അങ്ങനെ നമ്മളെല്ലാവരും ഭയങ്കര ടയേർഡായി. ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഓക്കെ ആയിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ വിചാരിച്ചു റൂമിലൊക്കെ വന്നിട്ട് വെറുതെ ഇരിക്കണ്ട, ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന്. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയുടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാറ് പാർക്ക് ചെയ്തേക്കുന്ന കാണാമായിരുന്നു. അപ്പോൾ അത് ചുമ്മാ അവരെന്തോ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ, ലോക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ ഇത്രയും ദൂരത്ത് നിന്നിട്ട്. പക്ഷേ അത് വർക്ക് ആവുന്നുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ റൂമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങൾ 3 പേരും ഒരു റൂമിൽ, അമ്മ, അനുചേട്ടൻ, അഡോണിസും ഒരു റൂമിലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും റൂമിൽ നിന്ന് ജസ്റ്റ് എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ മറൈൻ ഡ്രൈവ് വരെ വന്നു. അവിടെ അത്യാവശ്യം ചുമ്മാ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് കറക്കം പരിപാടീസൊന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല. എന്നാലും എനിക്ക് തോന്നുന്നു അമ്മ ഇവിടെ വന്നിട്ടില്ല. ഞാനിവിടെ ഈ പറഞ്ഞില്ലേ, പണ്ടൊരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു ആവശ്യമായിട്ട് ഇവിടെ വന്ന് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ ഞാനിങ്ങനെ വന്നിട്ടില്ല. പക്ഷേ എനിക്കിവിടെ ഇരിക്കുന്ന അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ. എനിക്കെന്തോ ഭയങ്കര സ്മെല്ലും മറ്റേ കാക്കയുടെ അലയും എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ആൾക്കാരൊക്കെ അവിടെ വന്ന് ഭയങ്കര എന്തോ വലിയ സമാധാനം പോലെയൊക്കെ കാറ്റൊക്കെ കൊണ്ടിരിക്കുന്നത്. ആ കാറ്റിനൊക്കെ എന്തൊരു ഗന്ധം, എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാനിവിടെ ഇരിക്കാറില്ല കേട്ടോ. ഇതിലും നല്ലതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് 4 മണിക്കാറ്റ് പോലെ ചെറിയ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഇതിലൊക്കെ എത്രയോ രസകരമാണെന്ന് എനിക്ക് തോന്നി. ആൻഡ് കുറച്ച് പേർക്ക് എന്താ പറയുക, നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ അവർക്കിത് ബെസ്റ്റ് സ്പോട്ടായിരിക്കാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം വെറുതെ ഇരുന്ന് സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു, നാളത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം. ആൻഡ് ഞങ്ങൾ ലുലു പോകാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം അഡോണിസിന് അവൻ്റെ സ്കൂൾ ഓപ്പണിംഗ് ഡേ ആണല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം, കുറച്ചല്ലാതെ വീട്ടിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതിന് മുന്നേ നമുക്ക് ചായ കുടിക്കാൻ പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട, ഓൾറെഡി എനിക്ക് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ചായ കുടിക്കാൻ ഫീൽ തോന്നിയില്ല. അത് തന്നെയല്ല, അവിടെ ഇരുന്നിട്ട് എനിക്ക് ചായ പോലും കുടിക്കാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു എനിക്കെന്തോ ഒരു ഐസ്ക്രീം മതിയെന്ന്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബെറിയുടെ നല്ല ഫ്ലേവേഴ്സ് കാണും. അങ്ങനെ നമ്മൾ സിൽക്കോൺ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കേട്ടോ. അത്യാവശ്യം അഡോണിസിന് ഇനി റൂമിലിരുന്നിട്ട് വിശക്കുമല്ലോ ആണോ എന്ന് വിചാരിച്ചിട്ട്, ചിലപ്പോൾ നൈറ്റ് ആണെങ്കിൽ ഇറങ്ങാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവന് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞാൻ ഈ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. എൻ്റെ പൊന്നോ എന്തൊരു ടേസ്റ്റാണ് ഇതിന്, എനിക്കറിയത്തില്ല, ഇത് ഭയങ്കര ടേസ്റ്റ്. ഞാനങ്ങ് ഡൈ ഹാർട്ട് ഫാനായിപ്പോയി. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എവിടെ കിട്ടിയാലും ഞാനത് മേടിക്കും. പക്ഷേ എൻ്റെ ഇവിടെ ഒന്നും ഇത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഇരിക്കുന്നത്. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. എന്താ പറയുക, എനിക്കറിയത്തില്ല, അത് ഫ്ലേവർ എനിക്ക് മെൻഷൻ ചെയ്യാൻ കിട്ടുന്നില്ലടാ. ലൈക്ക് നല്ല പുഡിങ് ആൻഡ് എന്താ പറയുക, നല്ല റെഡ് വെൽവെറ്റിൻ്റെ കേക്കൊക്കെ മിക്സ് ചെയ്ത് ഒരു ബട്ടർ സ്കോച്ച്, ലൈക്ക് എല്ലാ ഫ്ലേവറും അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഓരോ ബൈറ്റിലും നമുക്ക് ഭയങ്കര ഡിഫറെൻറ്റ് ഫീൽ കിട്ടും. പിന്നെ നല്ല ബെറിയുടെയൊക്കെ എന്താ പറയുക, ഭയങ്കര ടേസ്റ്റ്. അത് എനിക്ക് പറയാൻ വാക്കുകളില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു അത്. ആൻഡ് എനിവേ ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കണ്ടാൽ അതിൻ്റെ വലിയ പാക്കറ്റ് കിട്ടുവാണെങ്കിൽ മേടിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇതെങ്ങനെ ട്രാവൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഐറ്റം അല്ലല്ലോ, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ വലിയൊരു ബോട്ടിൽ വാങ്ങിയേനെ. പിന്നെ എനിക്ക് അവിടെ ഇരുന്നിട്ട് കുറച്ച് ടെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലായിടത്തും പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, ചിലപ്പോൾ നാളെ ഞാൻ പനിച്ചെങ്ങാനും കിടക്കുമോ, നമുക്ക് വീട്ടിൽ പോവാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ റൂമിലോട്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാഞ്ഞതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് കേട്ടോ.
പഞ്ചാബി സർദാറോ ലൈക്ക് അവിടെ അങ്ങനെ എന്തോ ഒരു അവിടെ കയറി കേട്ടോ റെസ്റ്റോറൻറ്റിൽ. അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ വന്നു, ഒന്ന് ഫ്രഷപ്പായി. അപ്പോഴാണ് സമാധാനമായത്. ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടിരുന്നപ്പോഴാണ് അനന്തു പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്നിട്ടൊരു ഹായ് പറയാമോ ചോദിച്ചതാ. അയ്യോടാ. അങ്ങനെ ഇവരെനിക്ക് എന്തോ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഓൾറെഡി ഇതെനിക്ക് ഒരു വട്ടം തന്നതാണ്, പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് റൂമിൽ വന്നിട്ട് തന്നാൽ മതിയെന്നേ. അങ്ങനെ തന്നതാണേ. ഒരു വട്ടം എനിക്ക് തന്നതാണ്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുവാണ് കേട്ടോ. ഒരു വട്ടം എനിക്കിത് തന്നായിരുന്നു. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡയമണ്ട് റിങ് ആട്ടോ. ഞാൻ ഇട്ട് കാണിക്കാമേ. ഇഷ്ടപ്പെട്ട്. ഞാൻ ഓൾറെഡി ഇതിട്ട് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുതിയൊരു ഗിഫ്റ്റ് കൂടെ വരുന്നുണ്ട്. അതെ 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 അതെ. എന്താ പറഞ്ഞേ? ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമാണ് കേട്ടോ. ഈ വീട്ടിൽ ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ള ഞാൻ നേരത്തെ പറയുന്നത്. ഞാൻ എൻറോളാവാൻ പോവാ, ആരും എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരുന്നില്ല. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ അനന്തുവിന്റെ ഗിഫ്റ്റ് ആണല്ലേ പ്രതീക്ഷിക്കാഞ്ഞ്? പ്രതീക്ഷിക്കാഞ്ഞു. വീട്ടിൽ ഞാൻ ഗിഫ്റ്റ് വേണം ഞാൻ തരുമെന്ന് നിനക്ക് അറിയായിരുന്നോ? അല്ല, അമ്മ തരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സത്യത്തിൽ ആശ തരുമെന്ന് അറിയത്തില്ല, അമ്മ എന്തെങ്കിലും തരും ആ പ്രതീക്ഷിച്ചേ. അങ്ങനെയാണ് വിചാരിച്ചു. പക്ഷെ ഞെട്ടി. ഇന്നലെ ശരിക്കും ഞെട്ടി. അത് പക്ഷെ നമ്മൾ എപ്പോഴും ഒരാളെ സർപ്രൈസ് ആയിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുവല്ലേ. അതാണ് റിംഗ് ഷേപ്പിലുള്ള ഒരു കമ്മല് കണ്ടോ, നല്ല രസമല്ലേ? അടിപൊളിയല്ലേ? ഇത് അടിപൊളിയാണ്. ഞാൻ ഇന്നലെ കണ്ടതാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വലിയ ജിമ്മൊക്കെ മറ്റെന്താ അമ്മ പറയുന്നത്, താഴ്ചെല്ലൊന്നും ഇടത്തില്ല, എനിക്ക് ഇത്രയൊക്കെയാണ് ഇഷ്ടം. അപ്പൊ ഇത് രണ്ടുമാണ് എന്റെ ഗിഫ്റ്റുകൾ. ഇതും സ്പെഷ്യൽ, ഇതും ഭയങ്കര. അങ്ങനെ എല്ലാവരുടെയും സർപ്രൈസിങ് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടോ. അന്ന് രാത്രി നമ്മളെല്ലാവരും നന്നായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ എഴുന്നേറ്റു. 7:30 ആയപ്പോഴത്തേനും എഴുന്നേറ്റ് റെഡിയായി. ഞാൻ സാരി ഡ്രൈപ്പൊക്കെ ചെയ്തേട്ടോ. അത് ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ തിരക്കായിരുന്നുകൊണ്ട് പറ്റിയില്ല. ഇങ്ങനെയാണ് കേട്ടോ ഇത് ഫുള്ള് ഞാൻ സാരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഞാൻ നോക്കിയപ്പോൾ ബ്ലാക്കും ഗ്രേയും ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിട്ട് ഇവർ ഭയങ്കര സെറ്റായിട്ടാണ് കേട്ടോ വന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള മൊമെൻറ്റിൽ നല്ല ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ എൻ്റെ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരും വിട്ടുകൊടുക്കാറില്ല, എല്ലാവരും നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാട്ടോ. അങ്ങനെ നമ്മളിതേ ബാർ കൗൺസിലിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് 10 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം വന്നത്. അപ്പോൾ ഫസ്റ്റ് സെഷൻ അവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ ആണേ. Discharge the duties of an advocate to the best of my knowledge and judgment. I do solemnly swear that I shall uphold the Constitution of India. Surya Santosh. Surya Santosh is enrolled. Shimna. ഈ ഒരു മൊമെൻ്റ് എനിക്ക് എത്ര ദൈവത്തോട് നന്ദി പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല. അത്രയും എൻ്റെ ലൈഫിലെ ഒരു പ്രൗഡ് മൊമെൻ്റാണ് എൻ്റെ ഫാമിലിക്കും. കാരണം ഞാനിത് ജോയിൻ ചെയ്ത സമയത്തൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നീ ഇത് പഠിച്ചിട്ട് എന്തിന് പോവാനാ, അല്ലെങ്കിൽ എന്താ പറയുക വക്കീലാ, ഇനി ഒരു കത്തിരി കള്ളം പറയേണ്ടി വരുമല്ലോ. അങ്ങനെയൊക്കെ പല രീതിയിലും നമ്മളെ തളർത്തിയിട്ടുള്ള മനുഷ്യരാണ് കൂടുതലും എൻ്റെ നാട്ടിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സീരിയസ്ലി എല്ലാവരും ഇപ്പം അമ്മയോടാണെങ്കിലും ചോദിക്കും, മക്കളെയൊക്കെ നേഴ്സിങ്ങിന് വിട്ടിട്ട് ഇളയ മോളെ എന്താ LLB വിട്ടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എന്താ പറയുക, എൻ്റെ ഫാമിലിക്ക് എന്നെ നഴ്സിങ്ങിന് വിടാൻ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു എനിക്കിത് പഠിക്കണം എന്നുള്ളത്. എനിക്കിത് എന്തായാലും പഠിച്ചിരിക്കണം. കാരണം എൻ്റെ ഫാമിലിയിൽ ഒരു പ്രശ്നം വന്നാൽ ഒരു നിയമവശം പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ വരരുത് എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നുകൊണ്ടാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും ഞാൻ BCom LLB എന്ന് പറഞ്ഞ 5 വർഷത്തെ കോഴ്സ് എടുത്ത് എൻ്റെ മാക്സിമം ഹാർഡ് വർക്ക് ഇട്ട് ഞാൻ പഠിച്ചത്. അത്
ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടുകാർക്കും എന്ത് പ്രശ്നം വന്നാലും അവർക്കൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്, നേടിക്കൊടുത്തിട്ടുണ്ട്. അതിലുപരി എനിക്കൊന്നും തന്നെ വേണ്ട. ഇതിൽ നിന്ന് ഞാൻ ഏൺ ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ സാറ്റിസ്ഫാക്ഷനാണ്. ഇത് പഠിച്ച ഒരാൾക്കേ മനസ്സിലാവത്തുള്ളൂ. നമ്മളൊരു കാര്യം, ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്ത് അവർക്ക് വേണ്ട ഒരു ജസ്റ്റിസ് നേടിക്കൊടുക്കുമ്പം നമുക്കുണ്ടാവുന്ന മനസ്സിലുണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് മതി നമുക്ക്. 5 വർഷം നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ എന്താ പറയുക, ഭയങ്കര ചെറുതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു നിമിഷം നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു ഹാപ്പിനെസ്, അത് തന്നെയാണ് എനിക്ക് ഈ എൻറോൾമെൻറ്റ് വെയിറ്റ് ചെയ്യുന്നവരോടും പറയാനുള്ളത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾ പരിശ്രമിക്കുക. മറ്റുള്ളവരുടെ വാക്ക് നോക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതോ ഒന്നും നോക്കണ്ട. അവരവരുടെ വഴിക്ക് സഞ്ചരിച്ചോട്ടെ. നിങ്ങളുടെയും എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഡ്രീംസ് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. അത് തന്നെ എനിക്ക് നിങ്ങളോട് ഒരു മെസ്സേജായിട്ട് പറയാനുള്ളൂ. ആൻഡ് എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എൻറോൾമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും ഇനി ഉണ്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഫീൽ ഫ്രീ ടു ഷെയർ വിത്ത് മീ. എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ ഈ ഒരു ഇതിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ മനുഷ്യരുണ്ട്. അഡ്വക്കേറ്റ് വിവേക് സാർ, അഡ്വക്കേറ്റ് ആൻ്റണി സാർ ആൻഡ് അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി, എല്ലാവരും കുറേ പേരുണ്ട്. അതിൽ ഒത്തിരി പേരെയൊക്കെ എനിക്ക് എടുത്തു പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും എല്ലാവരോടും, എൻ്റെ സർവേശ്വരനോടും, പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാരോടും ഒക്കെ ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. ഇതെനിക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റിയല്ലോ. ഇത് ചേർന്നപ്പോഴും എന്നോട് ഒരാൾ പറഞ്ഞതാണ്, വക്കീലാവാൻ വേണ്ടിയിട്ട് കോളേജിൽ പോയിട്ട് കാര്യമില്ല, നേടി കാണിക്കണമെന്ന്. എന്നുവെച്ചാൽ കോളേജിൻ്റെ മുറ്റത്ത് പോയിട്ട് കാര്യമില്ല, അത് പഠിച്ചെടുക്കണമെന്ന്. ആ മനുഷ്യരുടെയൊക്കെ മുന്നിൽ ദൈവം തമ്പുരാൻ എൻ്റെ തല കുനിഞ്ഞു പോകാനിടയായില്ല. എന്താ പറയുക, ഞാൻ നേടിയെടുത്തു എന്നുള്ളൊരു സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല അതെങ്ങനെയാണെന്നുള്ളത്. എന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോർക്കും, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മനുഷ്യരെനിക്ക് മെസ്സേജ് ചെയ്യുന്നു, എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു, എന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുന്നു. എനിക്കതിൽ ഒന്നും വേണ്ട. നിങ്ങൾ കാണിക്കുന്ന ഒരു സ്നേഹം, ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരോടും. ഒരുപാട് നന്ദി. ഇനിയും പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എൻ്റെ അമ്മയോടാണ്. കാരണം എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടാണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന യൂണിഫോമിൻ്റെ പിറകിൽ. അതല്ലെങ്കിൽ ഞാനിന്ന് നേടിയെടുത്തിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും പുറകിൽ എൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ 2 ചേച്ചിമാരാണ്. എൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് സപ്പോർട്ടാണ് എൻ്റെ ഹസ്ബൻഡ് അനന്തു. അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ എല്ലാ വീക്ക് പോയിൻറ്റ്സിലും എന്നെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി അനന്തു ആണ്. എന്നെ എപ്പോഴും ചേർത്ത് പിടിച്ച ഒരു ഫാദർ എനിക്കില്ലാത്തതിൻ്റെ ഒരു ഫീലും എനിക്ക് ഇതുവരെ ലൈഫിൽ അനന്തു വന്നതിന് ശേഷം എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാ രീതിയിലും എന്നെ ചേർത്ത് പിടിച്ച് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ്, അതുപോലെ തന്നെ എൻ്റെ ഫാമിലി. ഇത് പറയുമ്പോഴും ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. ഐ എം സോ സോറി. അത്ര വിഷമവും സന്തോഷവും ഉള്ളതുകൊണ്ടാണ് നമുക്ക് കണ്ണു നിറഞ്ഞു പോകുന്നത്. ആൻഡ് നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. യൂട്യൂബിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു. എല്ലാവരോടും നന്ദി, എല്ലാവരോടും ഒത്തിരി സ്നേഹം. എന്താ പറയുക, ഈ ഒരു ഡേയിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ എൽഡർ സിസ്റ്ററിനെയാണ്. കാരണം അവളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ പുറകിലെ ഏക റീസൺ എന്ന് പറയുന്നത് എൻ്റെ എൽഡർ സിസ്റ്ററാണ്. ഒരു പ്രായം മുതലേ അച്ഛനില്ലാത്ത വിഷമമൊന്നും അവൾ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഞങ്ങളുടെ എല്ലാ ഹാപ്പിനെസ്സിൻ്റെ പുറകിലും ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ എൽഡർ സിസ്റ്ററാണ്. ഞാൻ എൻ്റെ ഓരോ ബ്രീത്തിലും എൻ്റെ ചേച്ചിയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അവളുടെ കഷ്ടപ്പാടുകളാണ് എൻ്റെ സക്സസ്സിൻ്റെ പുറകിൽ ഉള്ള ഏക റീസൺ എന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്. എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. പക്ഷേ ചേച്ചിയെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കല്യാണം അടിച്ച് പൊളിക്കണം. ആൻഡ് വേഗം വരുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എനിവേ, ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇതെൻ്റെ 2ാമത്തെ ചേച്ചി തന്ന ഒരു ഡയമണ്ട് റിംഗ് ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞാൻ ഈ റിങ്ങും അനന്തു തന്നിട്ടുള്ള ഈ 2 ഇയർ റിങ്സും ഇട്ടിട്ടാണ് ഞാൻ എൻറോൾമെൻറ്റിന് പോയത്. എനിക്കിത് മാറ്റി വെക്കാൻ തോന്നിയില്ല. ഞാൻ ഫംഗ്ഷനും ഇത് തന്നെയാണ് വെയർ ചെയ്തത്. ആൻഡ് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എൻറോൾമെൻറ്റ് വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് എവരി വൺ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം അഡ്വക്കേറ്റ് സൂര്യ. ബൈ.